NDRF-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ ഇറക്കിയിരിക്കുന്ന ഈ 2005 പാസ്സാക്കിയ കേന്ദ്ര നിയമപ്രകാരം ഈ കേരളം അവരുടെ ഈ റിസ്ക് എക്സ്പോഷറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഇപ്പം സുനാമി നമുക്ക് സാധ്യതയുള്ളൊരു സംസ്ഥാനമാണ്, കാരണം നമ്മളൊരു തീരദേശ സംസ്ഥാനമാണ്. അതേപോലെ തന്നെ എർത്ത്ക്വേക്ക്, ഫ്ലഡ്, അതിന് നല്ല മഴ കിട്ടുന്ന സംസ്ഥാനമാണ്. ഫ്ലഡിന് സാധ്യതയുണ്ട്. ഫ്ലഡ് ഉണ്ടായല്ലോ 2018-ലും 2019-ലും ഉണ്ടായി. എർത്ത്ക്വേക്കിന് സാധ്യതയുള്ളതാണ്, കാരണം നമ്മൾ മലയോര പ്രദേശമാണ്. മലയോര പ്രദേശത്ത് മാത്രമല്ല, അത് ഈ ഫ്രജൈലുമാണ്, അല്ലെ, ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഒരു ഏരിയയുമാണ്. ആകെ നമ്മളെ അതുമായി ബന്ധപ്പെട്ട് ബാധിക്കാത്ത ഒരു പ്രശ്നം ഡ്രൗട്ട് മാത്രമാണ്. വലിയ വരൾച്ച ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമല്ല നമ്മളെന്ന് ഒഴിച്ചാൽ. ഈ NDRF-മായി ബന്ധപ്പെട്ട് ശൈത്യവും ഡ്രൗട്ടും വരുന്നില്ല എന്നുള്ള ഒഴിച്ചാൽ ബാക്കി NDRF-മായി ബന്ധപ്പെട്ട് വലിയ സഹായങ്ങൾ ലഭിക്കേണ്ട, അതിന് അർഹതയുള്ള സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ ഈ പറഞ്ഞത്, ഈ ദുരന്തത്തിന് ശേഷം അതിൻ്റെ പുനരധിവാസം, അവിടുത്തെ റീക്രിയേഷൻ എന്നുള്ളതിൽ നിന്ന് മാത്രമല്ല ഈ ഫണ്ട്, അതിൻ്റെ പ്രിപ്പയർനെസ്സിനുമുണ്ട്. അതായത് ഈ ദുരന്തം വരുന്നതിന് ദുരന്തം വരാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾക്ക് സംസ്ഥാനം സ്വീകരിക്കേണ്ട, അത്തരം പ്രോണ്ടായിട്ടുള്ള സൊസൈറ്റി സ്വീകരിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ധനസഹായമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രിപ്പയർനെസ് കൂടി ഒരു പ്രശ്നമാണെന്ന് പറയുന്നത്. വയനാട്ടിൽ മാത്രമേ നിൽക്കുന്നില്ല, ഇടുക്കി ഒരു പ്രശ്നമാണല്ലോ. പത്തനംതിട്ട, ഇപ്പോൾ നമ്മൾ പറയും ക്വാറി അടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് എന്നൊക്കെ നമ്മൾ പറയും, മനുഷ്യനിർമ്മിതമാണ് ഇത്തരം ദുരന്തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധിയോളം അതിന് റോളുണ്ട്. എങ്കിൽ കൂടി ഇക്കോളജിക്കലി ഫ്രജൈലാണ് ഈ പറയുന്ന ഏരിയാസ് മുഴുവൻ. അതിനോടൊപ്പം കൂടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഷെൽട്ടർ ഹോമുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ പ്രകമ്പനം ഉണ്ടായി, വളരെ പെട്ടെന്ന് ചില പഞ്ചായത്തുകളിലെ ആളുകൾ അവരെ കമ്മ്യൂണിറ്റി സെൻറ്ററിലേക്ക് മാറ്റി. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ കമ്മ്യൂണിറ്റി സെൻറ്റർ ഷെൽട്ടർ ഹോമായിട്ട് പ്രവർത്തിക്കാൻ സാങ്കേതികമായി തികവാർന്നവയല്ല. കല്യാണം നടത്താനും ഈ പറയുന്ന പരിപാടിക്ക് ഉണ്ടാക്കിയിരുന്ന ഇത്തരം ഫ്രജൈലായ മേഖലകളിലെ ഷെൽട്ടർ ഹോമുകൾ ഈ ഡിസാസ്റ്ററിനെ അതിജീവിക്കാൻ ഈ ഷെൽട്ടർ ഹോമുകൾ അടക്കം പണിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വയനാട് എന്ന് പറയുന്ന ജില്ലയ്ക്കോ ഇടുക്കി എന്ന് പറയുന്ന ജില്ലയ്ക്കോ ഷെൽട്ടർ ഹോമുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതേപോലെ ഇപ്പൊ സ്കൂളുകളാണ്. ഇപ്പൊ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വന്നാലും സ്കൂളിലേക്കാണ് ആളുകൾ കയറ്റുക. തീരദേശത്ത് വന്നാലും സ്കൂളിലാണ്. ഇടനാട്ടിൽ വന്നാൽ, കുട്ടനാട്ടിൽ വന്നാൽ സ്കൂളിലാണ്. മലയോര മേഖലയിൽ വന്നാൽ സ്കൂളിലാണ്. നമുക്ക് അങ്ങനെ ഒരു ഷെൽട്ടർ സമ്പ്രദായമേ ഇല്ല. ഓരോ പഞ്ചായത്തിലും ഡിസാസ്റ്റർ പ്രോൺ ആയിരിക്കുന്ന മേഖലകളിൽ ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാവണം. അവിടെ വാർണിംഗ് സിസ്റ്റം ഉണ്ടാവണം. കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവണം. അവിടെ ഒരു സിവിൽ ഡിഫൻസ് സിസ്റ്റം നമ്മൾ പ്രളയത്തിന് ശേഷം വളരെ ശക്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിവിൽ ഡിഫൻസ് സിസ്റ്റം വളരെ വ്യക്തമായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ പല താലൂക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സിവിൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി പ്രവർത്തിക്കും. ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്ന ഓരോ ജില്ലകളിലും ഇതിന്റെ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യം. എവറി ഡിസ്ട്രിക്ട് ഈ പറയുന്ന ഇത്തരം ഡിസാസ്റ്റർ സാധ്യതയെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും ഒരു നേരത്തെ പറഞ്ഞ ഒരു മുൻകരുതലോടുകൂടി നിൽക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇയർലി ബേസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് സമ്പ്രദായം ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമുക്ക് നല്ലൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ഉള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലരും അപ്ഡേറ്റഡ് അല്ല. പലതും അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുത്തുമലയിൽ അപകടം ഉണ്ടായി. അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 1 കിലോമീറ്റർ കഷ്ടിയില്ല. ഈ പറഞ്ഞ നമ്മൾ 16 പേര് മരിച്ച 17 മരിച്ച സ്ഥലത്താണ്. 5 വർഷം മുന്നേ 17 പേര് മരിച്ച സ്ഥലത്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ സ്റ്റഡി നടത്തിയിട്ടില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇനി അതിനോട് ചേർന്നുള്ള സംവിധാനത്തെ ഇങ്ങനെ ഒരു സംവിധാനം? അന്ന് നമ്മൾ എടുത്ത തീരുമാനം എന്താണെന്നറിയോ? അവരുടെ പുനരധിവാസം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താ? ഇവരുടെ പുനരധിവാസം. അപ്പോൾ അതിനേക്കാളും അപ്പുറം മാറിയിട്ട് ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എത്രയുണ്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ആരെ ഐഡൻറ്റിഫൈ ചെയ്യും? ഏത് രീതിയിലൊക്കെ പഠനം നടത്തും? എങ്ങനെ പഠനം നടത്തും? ആർക്ക് റിപ്പോർട്ട് കൊടുക്കും? എന്ത് റിപ്പോർട്ട് കൊടുക്കും? അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള, ഞാൻ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞിട്ട് നടത്തുന്ന മാനേജ്മെൻറ്റാണ്. അതിന് മുമ്പുള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് 80% പ്രശ്നം തീരും. മനസ്സിലായി? അത് കേരളത്തിൽ ഇത് ഫ്ലഡുമായിട്ട് റിലേറ്റഡ്. ഞാൻ കേരളത്തിൻ്റെ പുഴയോരങ്ങളിൽ ഈ വലിയ നദികളുടെ തീരത്ത് താമസിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയാം. കാരണം 2 അടി വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ മുഴുവൻ വെള്ളത്തിനടിയിലാകുന്ന സ്ഥലങ്ങൾ. പമ്പയൊന്നും നിറഞ്ഞു കവിഞ്ഞതാണല്ലോ കഴിഞ്ഞ പ്രളയത്തിൽ. മധ്യ തിരുവിതാംകൂർ ഏതാണ്ട് വെള്ളത്തിനടിയിലായില്ലേ? ആ ഒറ്റ നദിയൊന്ന് കവിഞ്ഞു ഒഴുകി എന്നുള്ളതാണ്. ഇവിടെ ആലുവപ്പുഴ. ഏറെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, ഇന്നിപ്പോൾ CMDRFൻ്റെ ഏറ്റവും കൂടുതലത്തെ കണക്കാൻ നോക്കുകയായിരുന്നു. 100 കോടിയിലേക്ക് എത്താൻ ഇനി 3.5 കോടി മതി. 11ാമത്തെ ദിവസം 96 കോടി 58 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിവേഗം എത്തി പണം. ഇനി 3.5 കോടി കൂടി ആയാൽ 100 കോടി. അത് മിക്കവാറും നാളെ ഒരു ഉച്ചയാവുന്നതിന് മുമ്പ് 100 കോടി തികയും. അല്ല, ഇത് ഈ പറയുന്ന പ്രൊസീജിയർ എല്ലാം നടക്കണേ കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ നടക്കില്ല. കേരളം മാത്രം വിചാരിച്ചിട്ട് ഈ പറയുന്ന സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്ത് ഇതിനനുസരിച്ച് ഇതൊന്നും പണച്ചെലവില്ലാത്ത കേസുകളല്ലല്ലോ. ഇതൊക്കെ വലിയ രീതിയിൽ പണച്ചെലവുള്ള സംവിധാനങ്ങളാണ്. അത് ഫണ്ടുമുണ്ട്. അതെ. അപ്പോൾ
അതിനനുസരിച്ച് കേന്ദ്രത്തിൻ്റെ ഒരു കൈയറിഞ്ഞ സഹായം കേരളത്തിൽ കിട്ടിയാൽ മാത്രമേ ഇത് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ അതിന് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊജക്റ്റ് വെക്കാനുള്ള സംവിധാനം നമ്മുടെ മുന്നിൽ വേണം. അത് കേന്ദ്രത്തിൽ പോയി നേടിയെടുക്കാനുള്ള സംവിധാനം നമ്മുടെ മുന്നിൽ വേണം. അതിന് നമ്മൾ ഒരു KV തോമസിനെ മാത്രം നിർത്തിക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതിന് എത്രയാളെ വേണ്ടി വരുമോ അത്രയാളെ നിർത്തുക, അതിന് രാഷ്ട്രീയം കാണാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ചെയ്യേണ്ട കാര്യം. Meet the editors.